ഗൈസ്, എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് ആലപ്പുഴ വരെ പോവാണ്. ഒരു വണ്ടി എടുക്കണം. പുതിയ വണ്ടിയല്ല കേട്ടോ, സെക്കൻഡ് ഹാൻഡ് ടൂ വീലർ. കാരണം ടൂ വീലറിലില്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടിപ്പട്ടാളത്തെ സ്കൂളിൽ കൊണ്ടുവിടാനും സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനും ഒരു ടൂ വീലർ അത്യാവശ്യമാണ്. എപ്പോഴും കാർ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന പെട്രോൾ നമുക്ക് താങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരു ടൂ വീലർ വേണമെന്നൊരു ലക്ഷ്യമാക്കി ഞാൻ ആലപ്പുഴയിൽ പോവുകയാണ്. ഓൾറെഡി ഞാൻ എൻ്റെ കസിൻ ബ്രദറോട് പറഞ്ഞിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പോയപ്പോൾ 1-2 കടയിൽ കയറി അന്വേഷിച്ചു. അങ്ങനെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വണ്ടി ഒരു കടയിൽ അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തെ ആ ഒരു ഫോട്ടോയൊക്കെ നമുക്ക് അയച്ചു തന്നു കേട്ടോ, ആ ഒരു വണ്ടിയുടെ. അപ്പോൾ ആ വണ്ടി എനിക്കും ഇഷ്ടപ്പെട്ടു, വീട്ടിൽ കാണിച്ചു, അവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ വണ്ടി കാണുന്ന പോലെയല്ലോ, അവിടെ ചെന്ന് നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം, അതിൻ്റെ ടയർ നോക്കണം. ബാക്കി എൻജിൻ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് കരുതി നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. പറ്റുമെങ്കിൽ ഇന്ന് അഡ്വാൻസ് കൊടുത്ത് അടുത്ത ദിവസം തന്നെ വണ്ടി എടുക്കണം. ഇതാണ് എൻ്റെ കയ്യിലുള്ള ബൈക്ക്. നല്ല കണ്ടീഷനൊക്കെ ആയിരുന്നു, പക്ഷേ നമ്മുടെ ഇവിടെ തീരദേശം പ്രദേശമായതുകൊണ്ട് ഉപ്പുകാറ്റ് അധികം ഏക്കുന്നത് കൊണ്ടും വണ്ടി ഇപ്പോൾ ഇങ്ങനെയാണ്. ഓടിയിട്ട് വർഷം 1 അപ്പോൾ ഇനി എന്തായാലും ആ വണ്ടിയിൽ നമ്മൾ കാശ് മുടക്കുന്നതിൽ യാതൊരുവിധ പ്രയോജനവുമില്ല. പ്രത്യേകിച്ച് വണ്ടിപ്പണി അറിയാമല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ പണി വന്നു കഴിഞ്ഞാൽ പുറകെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ KSRTC ബസ് പോലെ ഒരെണ്ണം വരാൻ ഭയങ്കര താമസമായിരിക്കും, വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ വണ്ടി അങ്ങ് ഉപേക്ഷിച്ചു, പുതിയ വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുതിയ വണ്ടിയായിട്ട് ഏത് വണ്ടിയാണെന്നുള്ളത് നമുക്ക് പതുക്കെ കാണാം. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരു ടൂ വീലർ വീട്ടിൽ അത്യാവശ്യമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുതിയൊരെണ്ണം നോക്കിയപ്പോൾ ഏകദേശം മിനിമം ഒരു സ്കൂട്ടറിന്, കാരണം ബൈക്കിനേക്കാൾ വില കൂടുതലാണ് ഇപ്പോഴത്തെ സ്കൂട്ടറിന് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഒരു സ്കൂട്ടർ ഫ്രഷ് മേടിക്കാമെന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തിന് മുകളിലാവും. ഇപ്പോഴേ ലോണാണ്, ഇനിയും ലോൺ എടുത്താൽ കൂനിന്മേൽ കുരു എന്ന അവസ്ഥയാവും. ഇതാണ് നമ്മുടെ ബ്രദർ പറഞ്ഞ കട. അങ്ങനെ വലിയ കടയും സെറ്റപ്പും ഒന്നുമില്ല, പക്ഷേ അത്യാവശ്യം കുറേ വണ്ടികളുണ്ട്. നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ടൈപ്പ് വണ്ടികളാണ്. വണ്ടികൾ വേണ്ടവർക്ക് ആ നമ്പറിൽ വിളിക്കാം. നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇതിലേതെങ്കിലും ഒരു വണ്ടിയാണ് നമ്മുടെ വണ്ടി എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അഡ്വാൻസ് കൊടുത്തു, അടുത്ത ദിവസം തന്നെ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. വണ്ടി ഓടിച്ച് നോക്കി, കുഴപ്പമൊന്നുമില്ല. തിരിച്ച് വരുന്ന വഴിക്ക് വളഞ്ഞ വഴിയിൽ ഈ ഒരു കട കണ്ടു. തണ്ണിമത്തങ്ങ ജ്യൂസുണ്ട്, പൊട്ടുവെള്ളരി ജ്യൂസുണ്ട്. എന്തായാലും പൊട്ടുവെള്ളരി ജ്യൂസ് കുടിച്ചു. തണ്ണിമത്തൻ എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ലേ, ഇത് സീസണിൽ വരുന്ന സാധനമാണ്. എന്തായാലും കുടിച്ചു നോക്കി. നമ്മുടെ തണ്ണിമത്തൻ പോലെ തന്നെ, പക്ഷേ തണ്ണിമത്തനേക്കാൾ മധുരം കുറവാണ്. അപ്പോൾ പൊട്ടുവെള്ളരി ജ്യൂസ് 30 രൂപ, തണ്ണിമത്തൻ ജ്യൂസ് 20 രൂപ. അപ്പോൾ വളഞ്ഞ വഴി ഹൈവേയിൽ അടുത്ത് തന്നെയാണിത്. അപ്പോൾ വളഞ്ഞ വഴി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഏതാണ് വണ്ടി എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ.